ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടിയത്. പിന്നെ വീടിനകത്തിരുന്ന് എടുക്കാൻ പുറത്തൊക്കെ നിന്നെടുത്ത് ഇതിനെ മറ്റ് ശബ്ദങ്ങൾ കൊണ്ട് നമ്മുടെ വാക്കുകൾക്കൊരു വ്യക്തത ഉണ്ടായില്ലെങ്കിൽ എന്നോർത്ത് ഞാൻ വാഹനത്തിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ ആണെങ്കിൽ വ്യൂസ് കുറയുന്നു, നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടാവുന്നില്ല. ഷോർട്ട് ഇട്ടാലും വീഡിയോസ് ഇട്ടാലും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് എൻ്റെ വീഡിയോയ്ക്കകത്തുണ്ടായ മാറ്റങ്ങളും, അതുപോലെ എൻ്റെ വീഡിയോ ഒന്നും വലിയ വ്യൂസ് ഇല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു വ്യൂസ് അല്ല 10 വ്യൂസ് ഉള്ളെങ്കിലും അത് സന്തോഷമാണ്. അത് ഓരോ വ്യൂസും കൂടുന്നുണ്ടോ എന്നാണ് നമ്മളിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യൂസ് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സന്തോഷമാണ്. അതുപോലും കിട്ടാതെ ഒരുപാട് ആൾക്കാർ 10 താഴെ വ്യൂസുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഷോർട്ട് ഇട്ടാലും അങ്ങോട്ട് കയറി പോകുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പേരെ ഞാൻ വിളിച്ച് മെസ്സേജൊക്കെ അയച്ച്, അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കൂടെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ എന്നല്ല, എനിക്ക് വലുതായിട്ടൊന്നും കാര്യങ്ങൾ അറിയത്തില്ല. എന്നാലും എനിക്കിപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ചിലപ്പോൾ എന്നല്ല, ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ ചാനൽ വ്യൂസ് കൂടും. അതിന് തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ ഇടുന്നവരാണെങ്കിൽ ഉറപ്പാടുന്നുണ്ട് ഈ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിടുക. അത് അത്യാവശ്യമാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഈ കണ്ടന്റ് എന്നും പറഞ്ഞ് കിടക്കുന്നു, ഇതിനകത്ത് വ്യൂ ഓൾ എന്നും പറഞ്ഞ് കിടക്കുന്നു. ഇതിനകത്തിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആദ്യം ഇതിപ്പോൾ ഷോർട്ടാണ്. അതുപോലെ തന്നെ ഇതാണ് ഞാനിട്ട വീഡിയോസ്. എൻ്റെ വീഡിയോസിന് ഈ പറയത്തക്ക വലിയ വ്ളോഗർമാർ എനിക്ക് ആകപ്പാടെ 1300 പേരെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. എന്നാലും അതനുസരിച്ചുള്ള വ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ട്. 600, 700 ആ ഒരു റേഞ്ചിൽ വ്യൂസ് കിട്ടുന്നുണ്ട്. ആദ്യം എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ആദ്യം കാണിച്ചു തരാം. ആദ്യം എനിക്ക് 1K ഒക്കെ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് എനിക്ക് വ്യൂസ് കുറഞ്ഞു പോയി. ഉണ്ടോ? പിന്നെ 100 പോലും എത്തുന്നില്ല. 10 കണ്ടോ, 11, 69, 60. ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട വീഡിയോസാണ്. അതിൻ്റെയൊക്കെ വ്യൂസ് നിങ്ങൾ കണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരത്തില്ലേ? അപ്പോൾ ഇങ്ങനെ സങ്കടം വന്ന് എൻ്റെ വീഡിയോസ് ഒന്നും ഇടയ്ക്ക് ഇങ്ങനെ വരാതിരുന്നപ്പോൾ പിന്നീട് എനിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും വ്യൂ കയറാൻ തുടങ്ങി. അപ്പോൾ ഈ വരാതിരുന്നപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ഞാൻ ഇതുപോലെ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കാണുകയും ചെയ്ത്. അപ്പം അവരൊക്കെ പറഞ്ഞു തന്ന രീതി, ചിലരൊക്കെ പറഞ്ഞിരുന്നു നമ്മളത് ചെയ്യുമ്പോൾ റെഡി ആവുന്നുണ്ട്. പക്ഷേ ചിലർ പറയുന്നത് നമ്മൾ ചെയ്ത ഒരു വ്യൂസും കിട്ടത്തില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, വീഡിയോ എടുക്കുക, നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ദയവ് ചെയ്ത് ആർക്കും വാട്സപ്പ് മുഖേനയോ ഒന്നും അയച്ചു കൊടുക്കാതിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒക്കെ 1-2 പേർക്ക് അയച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ വാരി വലിച്ച് ഓരോ ഗ്രൂപ്പിലോട്ടും ഓരോ മറ്റുള്ളവർ ബന്ധുക്കളോ കൂട്ടുകാരായിട്ടുള്ളവർക്കൊക്കെ ചുമ്മാ ഇട്ട് കൊടുത്താൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂസ് കിട്ടിക്കോട്ടെ എന്നോർത്ത് നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ ഓപ്പൺ ചെയ്തെന്ന് വന്നാലും അവർ നിങ്ങളുടെ വീഡിയോ ഫുള്ള് കണ്ടില്ല. അവരൊരു 10 സെക്കൻഡ് പോലും നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോൾ യൂട്യൂബ് അതൊരു വ്യൂസായിട്ട് കണക്ക് കൂട്ടത്തില്ല. ആ വീഡിയോ എങ്ങനെ 10 പേര് ഇങ്ങനെ നോക്കുമ്പം നമ്മുടെ വീഡിയോ കൊള്ളത്തില്ലെന്ന് യൂട്യൂബ് തന്നെ വിചാരിച്ച് ഷെയർ ചെയ്യാതിരിക്കും. അതേ സ്ഥലത്ത് നിങ്ങളിത് സെൻഡ് ചെയ്യാതിരിക്കാവോ? നിങ്ങളുടെ വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്താൽ നമ്മൾ ഓരോരുത്തരും യൂട്യൂബ് തുറക്കുമ്പം അവരിലോട്ട് നിങ്ങളുടെ വീഡിയോസ് ഇതിപ്പോൾ കണ്ടോ, ഹൗ വ്യൂസ് ഫൗണ്ട് ഇൻ ദിസ് വീഡിയോ എന്ന് പറഞ്ഞ് ഇതിനകത്ത് കിടക്കുന്നുണ്ട് യൂട്യൂബ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് എൻ്റെ വീഡിയോ എല്ലാം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണും. മറ്റുള്ളവരുടെ വാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനോട് താല്പര്യമുള്ളവർ ഇതിനകത്ത് ചെന്ന് കിടക്കും.
താല്പര്യമുള്ളവരുടെ ഇതിൽ ചെന്ന് കിടക്കുമ്പോൾ അവർ കാണുകയും തുറന്ന് നോക്കി അവർ 1 മിനിറ്റേലും കാണാതിരിക്കുകയില്ല, കാണും. ഈ ഒരു വീഡിയോയിലാണെങ്കിൽ എനിക്ക് 746 വ്യൂസ് ഉള്ളൂ. പക്ഷെ 2 ഹവേഴ്സ് കിട്ടി, 2 സബ്സ്ക്രൈബറേയും കിട്ടി. അതുപോലെ യൂട്യൂബ് റെക്കമെൻഡ്. പിന്നെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കുറയുന്നെന്ന് കാണുമ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് അയച്ചു കൊടുത്താൽ കുറച്ച് പേര് കാണും. അതൊക്കെയാണ് അതിൻ്റെ എക്സ്റ്റേണൽ എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ ചാനൽ പേജ്, പിന്നെ ഡയറക്റ്റായിട്ട് കാണുന്നവർ നമ്മൾ സെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ കിട്ടും. കഴിവതും നിങ്ങൾ മറ്റുള്ളവരെ ഇത് ചെയ്യാതിരിക്കുക, നീ കാണുമെന്നും പറഞ്ഞ് അയച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരൊക്കെ ഇപ്പം ചിലർ വീഡിയോ ചെയ്യുന്നതിൻ്റെ അടിയിൽ പോയി നമ്മൾ കമൻ്റ് ഇടുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ചും ഫോളോ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഉള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക. അങ്ങനെ നമുക്ക് ഫോളോവേഴ്സ് ചിലപ്പോൾ കൂടിയെന്ന് വരും. ഫോളോവേഴ്സ് കൂടിയാലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അവർ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും കാണത്തില്ല. നമ്മൾ അവരെ തിരിച്ച് ഫോളോ ചെയ്യും, നമ്മളെ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോവേഴ്സ് കൂടുകയും ചെയ്യുമ്പോൾ അവർ നമ്മുടെ വീഡിയോ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അങ്ങനെ കാണാതെ വരുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് 1000 സബ്സ്ക്രൈബർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 500 പേരും അല്ല ഒരു 800 പേരും കണ്ടില്ല, ഇങ്ങനെയുള്ള നമ്മളുണ്ടാക്കിയ ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് കാണാത്ത വീഡിയോ യൂട്യൂബ് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നു, ഇതിപ്പോൾ ഇടേണ്ട കാര്യമല്ല, നമ്മൾ വീഡിയോ നമ്മൾ ഇടുന്ന ടൈമിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മൾ വീഡിയോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ചെയ്ത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. വീഡിയോ എടുക്കുക, നമ്മൾ ആദ്യം ഡിസ്ക്രിപ്ഷൻ എന്നും പറഞ്ഞൊരിതുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ ഹെഡിങ് എഴുതുക. പിന്നെ നമ്മളൊരു ഹാഷ്ടാഗ്, ആ വീഡിയോയോടനുബന്ധിച്ചുള്ള ഹാഷ്ടാഗ് കൊടുത്തുണ്ട് ഇതുപോലെ കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ രണ്ടാമതിരിക്കും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് ഇത് ചെയ്തിടുക. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ മോർ ഓപ്ഷനിൽ ചെല്ലുക. ഇതുപോലെ തന്നെ ടാഗ് എന്നും പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നമ്മുടെ വീഡിയോയുടെ ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏത് സാധനത്തിൻ്റെ വീഡിയോ ആണെന്നുണ്ടോ അത് വെച്ചല്ലേ സെർച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മീൻ പിടിക്കുന്ന വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് മീൻ പിടിക്കുന്ന വീഡിയോ ആയതുകൊണ്ടെന്ന് ഫിഷിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പം മൊബൈലിൽ സെർച്ച് ചെയ്ത് നോക്കും, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ഇവിടെ എഴുതിയിട്ടിട്ട് എൻ്റർ അടിച്ചു വിട്ട് അപ്പം ടാഗ് ആയിക്കോളും. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് കാറ്റഗറി എന്നുള്ള ഇതിനകത്ത് നമ്മൾ എന്തിനെ പറ്റിയാണോ വീഡിയോ ഇടുക, ഇതിപ്പോൾ ഞാനൊരു പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ചെയ്തേക്കുന്ന രീതി ആയതുകൊണ്ട്, അല്ലെ ഒരു ആനിമലിൻ്റെ ഇടുന്നെങ്കിൽ പെറ്റ് എന്നുള്ള അതിനകത്ത് ഇടാം, സ്പോർട്സ് ആണെങ്കിൽ അങ്ങനെ ഇടാം, കോമഡി ആണെങ്കിൽ അങ്ങനെ ഇടാം, വാഹനങ്ങളെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത് ഇടാം. ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്തിടണം. പിന്നെ കമൻ്റ് ഓൺ ആക്കി ഇടുക. പിന്നെ ഈ ഇത് നമ്മുടെ വീഡിയോ വേറെ ആർക്കെങ്കിലും ഓഡിയോ വീഡിയോ റീമിക്സിങ്ങിനും എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അലോ ചെയ്യാം. ഞാൻ ഡോണ്ട് അലോ റീമിക്സിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഈ മേളിൽ ഈ സേവ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം സേവ് ആവും. ഇതെല്ലാം നമ്മൾ ആ വീഡിയോ ഇടുന്ന ടൈമിലൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ നമ്മുടെ ഈ വിസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ക്വാളിറ്റി, ഇതെല്ലാം വിസിബിലിറ്റി എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ആഡാവുമ്പം അതനുസരിച്ചുള്ള മറ്റുള്ളൊരു വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈലിലും അവരുടെ യൂട്യൂബിലും ചെന്ന് കിടക്കും. നമ്മുടെ വീഡിയോയ്ക്ക് റെക്കമെൻഡേഷൻ കിട്ടും. മറ്റുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുത്ത് നമുക്ക് ഒരിക്കലും വീഡിയോ വ്യൂസ് എനിക്കറിയാവുന്ന അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഫോളോ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്.
ഏതായാലും ഏതായാലും നിങ്ങൾ വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കും, ഉറപ്പായിട്ട് നിങ്ങൾ വ്യൂസ് കൂടും. വ്യൂസ് കൂടുന്ന ഒരു മെസ്സേജ് അയക്കുകയും ചെയ്യണേ. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് ഓർത്തല്ല, ഒരുപാട് പേര് എൻ്റെ അടുക്ക് ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ് ഇങ്ങനെ ഒരു വീഡിയോസ്. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് അല്ല പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്തതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താം.